പ്രചാരക പ്രമുഖ, ദണ്ട്, കത്തി, മടി, വാള്, ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, മനുഷ്യന്മാർ ഉപയോഗിക്കാത്ത പേരുകളാണ് ഈ നേതാക്കന്മാർക്ക് ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശാരീരിക ശിക്ഷക ആരാന്ന് ചോദിക്കുന്നതിന് മുമ്പ് RSSന്റെ നേതാക്കന്മാർക്ക് ശാരീരിക ശിക്ഷക എന്നൊരു പേരുണ്ട് എന്ന് ചമ്രവട്ടം ജംഗ്ഷനിലെ ജനാധിപത്യ വിശ്വാസികൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയോ ആരാണ് ഇവിടുത്തെ ഭൗതിക പ്രമുഖെന്ന്? നിങ്ങൾക്കറിയോ ഈ മണ്ഡലം കാര്യവാഹക ആരാന്ന്? ആരാ ഇവിടുത്തെ ജില്ലാ സഹകാര്യവാഹക്? അറിയോ നിങ്ങൾക്ക്? അറിയില്ലെങ്കിൽ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോഴും അഭിമന്യുവിന്റെ കുടല് പുറത്തെടുത്തപ്പോഴും ആരും മിണ്ടിയില്ല, ശബ്ദിച്ചില്ല, പ്രതികരിച്ചില്ല. പക്ഷേ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ 15 പേർ ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ കേരളത്തിന്റെ മനസാക്ഷി ഉണർന്നു. കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടി. അവർ തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങി. അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇനിയെങ്കിലും നമ്മൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നീട് ഈ കേരളക്കരയിൽ ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടത് കൊണ്ടാണ് അവർ കൃത്യമായ രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയത്. എല്ലാ അമുസ്ലിമീങ്ങളെയും കൊന്നിട്ട് ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് അവര്. അതുകൊണ്ട് അവർക്ക് വേണ്ടത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു രാജ്യമാണ്. മുസ്ലിങ്ങൾ മാത്രം. ഇപ്പോ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ വധിച്ചത് അഡ്വക്കേറ്റ് ഷാനിനെ കൊലപ്പെടുത്തിയത് കൊണ്ടാണെന്ന് പറയുന്നു. ഷാന്റെ ഒരു പ്രസംഗം ഒന്ന് കേൾക്കണം നിങ്ങൾ. ഈ കൊല്ലപ്പെട്ട അഡ്വക്കേറ്റ് ഷാൻ ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ദുനിയാവിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ പുറത്തു തരും, പക്ഷെ മനുഷ്യനോടുള്ള കടം മാത്രം ഞാൻ നിങ്ങൾക്ക് പുറത്തു തരില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരോട് ചെയ്തിട്ടുള്ള കടം ഇന്നല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് അത് വീട്ടുന്നത് വരെ അത് ഞങ്ങൾ മറക്കുകയില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആ കൂട്ടത്തിൽ ഒരു ജിമ്മൻ, ഒരു പോലീസുകാരൻ, അവൻ ജിംനേഷ്യത്തിൽ പോയിട്ട് തടി വീർപ്പിച്ചിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ ഉപദ്രവിക്കാനാണ് അവനെ നിയമിച്ചിരിക്കുന്നത്. ആ ജിമ്മിനോട് ഞാൻ നേരിട്ട് അവന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. അവനെ എനിക്കറിയാം, അവനെ ഞങ്ങൾ മറക്കില്ലെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം അവനൊക്കെ ഉപദ്രവിച്ചിട്ടുള്ളത്, അവനൊക്കെ ദേഹത്ത് കൈവച്ചിട്ടുള്ളത് അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രവർത്തകരുടെ ദേഹത്താണ്. അത് ഇവിടെ കൂടിയ പ്രവർത്തകർക്ക് മാത്രമല്ല വേദനിക്കുന്നത്. ഒരു ഇബ്രാഹിം മൗലവിനെയോ ഒരു അൽത്താഫിനെയോ മർദ്ദിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇബ്രാഹിം മൗലവിനെയോ അൽത്താഫിനെയല്ല വേദനിച്ചിരിക്കുന്നത്, മറിച്ച് ഈ കോവിഡ് മഹാമാരിയിൽ പോലും ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഓരോ പ്രവർത്തകർക്കും വേദനിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ SDPക്കാർക്കും വേദനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ട് എങ്കിൽ, ഞങ്ങളുടെ സഹോദരിമാർക്ക് വേദനിച്ചിട്ടുണ്ട് എങ്കിൽ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കുട്ടികൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വരും നാളിൽ ഞങ്ങളുടെ ദേഹത്ത് ഈ പച്ച മാംസത്താണ് അവർ കൈവച്ചിട്ടുള്ളത് എങ്കിൽ അവന്റെയും പച്ച മാംസമാണ് അവന്റെ അവൻ ഓർക്കേണ്ടതുണ്ട്. ആ കടം ഞങ്ങൾ വീട്ടിലെ തന്നെ ചെയ്യും. അത് സിവിൽ പ്രസിലിട്ടിട്ടാണ് ഞങ്ങൾ ആക്രമിച്ചിട്ടുള്ളതെങ്കിൽ, അതല്ല യൂണിഫോം ധരിച്ചിട്ടാണ് ആക്രമിച്ചിട്ടുള്ളതെങ്കിൽ, ഞാൻ പറഞ്ഞു കാക്കിധാരികളാണ് എങ്കിൽ ഞങ്ങൾ നിയമം പാലിക്കും. മറിച്ച് അവനൊക്കെ റിട്ടേൺ ചെയ്തിട്ട് അവനും അവന്റെ കുഞ്ഞുങ്ങളുമായി സുഖിച്ച് ജീവിക്കാമെന്നാണ് തീരുമാനമെങ്കിൽ ആ കടം അന്ന് ഞങ്ങൾ വീട്ടുമെന്ന്. എന്നാണോ അവന്റെ ശരീരത്തിനുള്ള യൂണിഫോം അവൻ ഊരിവെക്കുന്നത്, ഇൻഷാ അല്ലാഹ് അന്ന് ഞങ്ങൾ അവന്റെ കടം വീട്ടു തന്നെ ചെയ്യും. അഡ്വക്കേറ്റ് ഷാൻ എന്ത് നിസ്സഹായനാണല്ലേ. പാവം, ഒരു പുൽക്കൊടിയെ പോലും വേദനിക്കാത്ത സാധുവായിരുന്നു എന്ന് പറയുന്നവരുടെ മുമ്പിലാണ് നമുക്ക് ഈ പ്രഭാഷണം കാഴ്ചവെക്കാനുള്ളത്. ഇനി എന്തോ പറഞ്ഞു വന്നിട്ടുണ്ട്. മുഹമ്മദ് അസ്ലം, നിന്നേക്കാൾ പഠിച്ചവർ വഴിതെറ്റിയില്ലല്ലോ എന്ന്. ഏതാണ്ട് എല്ലാവരും വഴിതെറ്റിയിട്ടുണ്ട്. അസ്ലമിന് അറിയാത്തത് കൊണ്ട്. അവർക്കൊക്കെ പലപ്പോഴും ഇത് ഒരു ബിസിനസ് മാർഗം മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മദ്രസയിലെ പീഡനം മാത്രം എടുക്കുക. നമ്മൾ ആ വിഷയമാണല്ലോ സംസാരിച്ചു വെച്ചത്. ഇവർക്ക് സ്വർഗം, നരകം, വിചാരണ, അദാബ്, ശിക്ഷ, ഇതൊക്കെ ഭയമുണ്ടായിരുന്നെങ്കിൽ വികാരങ്ങളെ കടിച്ചമർത്താൻ പറ്റില്ലേ? പിടിച്ചു നിർത്താൻ പറ്റില്ലേ?
എങ്ങനെയാണ് മദ്രസയിലെ ഈ പൈതലുകൾ തിരിച്ചു പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാത്ത ഈ പൈതലുകളെ അതിക്രൂരമായിട്ട് എങ്ങനെ ഇവർക്ക് പീഡിപ്പിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് കള്ളക്കടത്തിന് പറ്റുന്നത്? മലദ്വാർ ഗോൾഡിന് എങ്ങനെയാണ് പറ്റുന്നത്? ബലാത്സംഗവും കൊള്ളയും കൊലയും കൊള്ളിവയ്പും ഇതെല്ലാം പഠിച്ച ആളുകൾ തന്നെ ചെയ്യുന്നില്ലേ? എങ്ങനെ ഇവർക്ക് ഇതിന് കഴിയുന്നത്? ഏറ്റവും കൂടുതൽ പോൺ വീഡിയോസ് കാണുന്നത് ആരാണ്? സുന്ദരിയായ സ്ത്രീകളെ ഉസ്താദന്മാരുടെ കൂടെ തന്നെ കാണും ഭാര്യമാരായിട്ട്. എന്നാലും ചില അവധിയൊളിഞ്ഞതിന്റെ പിന്നാലെ പോകുന്നത് കണ്ടിട്ടില്ലേ? ഇവർക്ക് പടച്ചവനെ കുറിച്ച് ഭയമുണ്ടായിരുന്നെങ്കിൽ, ശിക്ഷയെ കുറിച്ച് ഇവർക്ക് ചിന്തയുണ്ടായിരുന്നതെങ്കിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ ഇവർ കയറി പിടിക്കുമോ? നിസ്സഹായരായ പൈതലുകളെ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. അപ്പോൾ നിന്നേക്കാൾ പഠിച്ചവര് വഴി തെറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ പ്രത്യക്ഷമായിട്ട് പഠിച്ചോനില്ല എന്ന് പറയുന്നു, അവര് പരോക്ഷമായിട്ട് പഠിച്ചോനില്ല, പരലോകമില്ല എന്ന് സ്ഥാപിക്കുന്നു. അത്രേ ഉള്ളൂ. സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നു? ഇല്ല ഉഷ. സ്വർഗവും നരകവും ഈ ലോകത്ത് നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. ചുറ്റുമുള്ളതിനെയൊക്കെ സ്വർഗമാക്കി മാറ്റാൻ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പരിസരം, ഇതൊക്കെ സ്വർഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. മനസ്സിന്റെ സന്തോഷങ്ങൾ, മനസ്സിന്റെ വികലമായ ചിന്താഗതികൾ മാറ്റി വെച്ചിട്ട് ചുറ്റുമുള്ളവരെ ഒന്നിനും വേണ്ടിയല്ലാതെ സ്നേഹിക്കാനും സഹായിക്കാനും സന്നദ്ധമായാൽ തന്നെ സ്വർഗമാണ്. ഷാഹുൽ, ഹദീസുകളിൽ നിന്ന് നിങ്ങൾക്ക് തെറ്റുകൾ പറയാം, പരിശുദ്ധ ഖുർആനിൽ നിന്ന് കുറച്ച് തെറ്റു പറയാമോ? ഞാൻ വെല്ലുവിളിക്കുന്നു. വെല്ലുവിളിയൊന്നും വേണ്ട ഷാഹുലെ. പോപ്പുലർ ഫ്രണ്ടുകാര് ജോസഫ് മാഷിന്റെ കൈവെട്ടി, നമ്മളിപ്പോൾ കേൾപ്പിച്ചതെല്ലാം പോപ്പുലർ ഫ്രണ്ടുകാരുടെ പ്രഭാഷണങ്ങളാണ്. ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടി, ഈ കൈ വെട്ടാൻ ഖുർആനിൽ വചനമുണ്ടോ? ഉണ്ടെന്ന് ഞാൻ പറയും. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ കൈ വെട്ടിയത് എന്ന് ഞാൻ പറയും. ജോസഫ് മാഷിന്റെ വലത് കൈയും ഇടത് കാലും വെട്ടണം, ഖുർആൻ പറഞ്ഞതാ. ഈ ഖുർആൻ പറഞ്ഞത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ നടപ്പിലാക്കിയത്. ഈ ജനാധിപത്യ ഭാരതത്തെ കുറിച്ചിട്ട് പഠിച്ചോൻ അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംവിധാനം വരും, അവിടെ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനുണ്ടാക്കിയ ഭരണഘടനയെ മാത്രം ആശ്രയിച്ചു മുന്നോട്ട് പോകുന്ന ഒരു കാലം വരും. അവിടെയൊന്നും എന്റെ നിയമം പ്രാവർത്തികമാക്കാൻ പറ്റില്ല എന്ന് അദൃശ്യജ്ഞാനിയായ അള്ളാഹുവിന് അറിയില്ലായിരുന്നോ? ആ നിയമം എടുത്ത് മാറ്റണ്ടായിരുന്നോ? അപ്പോ ഖുർആനിൽ തന്നെ ഈ വചനമുണ്ട്. ഇനി ഖുർആനിലെ തെറ്റാണല്ലോ ചോദിച്ചത്, നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ഭാഷ ഞാൻ പറഞ്ഞു തരാം. ഖുർആനിലെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ. ഈ ഫാത്തിഹയിലെ തുടക്കം എങ്ങനെയാണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. അർറഹ്മാനിർ റഹീം. കാരുണ്യനും കരുണാവാരിധിയുമായവൻ. മാലിക് യൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഇത്ര നമുക്ക് മനസ്സിലായല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. ബാക്കി എന്താ? ഏതെങ്കിലും ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആദ്യം നമ്മൾ പറയുമോ അല്ലാഹുവിനോട് പഠിച്ചോനെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലാഹു നമുക്ക് പറഞ്ഞു തരാ കേട്ടാ. നീ എന്നോട് ചോദിക്ക്, ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. നീ എന്നോട് ചോദിക്കാൻ പഠിച്ചോൻ പറഞ്ഞില്ല. അത് തന്നെ വൈരുദ്ധ്യമാണ്. പടച്ചോൻ പറഞ്ഞു തരിക, നീ എന്നോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്ക്, എന്നാ ഞാൻ നിനക്ക് തരാം. ചോദിപ്പിക്കാതെ അങ്ങ് തന്നാ പോരെ. അപ്പോ അത് കേട്ടതാ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കും. നിന്നെ മാത്രം. ആരോട് പറയുന്നതാണിത്? വ ഇയ്യാക നസ്തഈൻ. നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടൂ. ഇതാര് പറയുന്നതാ? ആരോട്? ഇതുവരെ പറഞ്ഞു തരുന്നത് നേർവിപരീതമല്ലേ അത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ നീ ഞങ്ങളെ നേരായ പാതയിലാക്കണേ എന്ന് പറയാ. ഇഹ്ദിന, നീ ഞങ്ങൾക്ക് ഹുദ നൽകണേ, ഹിദായത്ത് നൽകണേ. സിറാത്ത് പാതയിലൂടെ, മുസ്തഖീം നേരായ പാതയിലേക്ക് നീ ഞങ്ങൾക്ക് സന്മാർഗം നൽകണേ. എന്തു ഇത്? സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലെ ഞങ്ങളെ ആക്കാവേ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം. നീ കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിൽ നീ ആക്കല്ലേ.
അല്ലാഹുവേ നീ വഴിപിഴപ്പിച്ചവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ആക്കല്ലേ. ഇത് അള്ളാഹു നമ്മളോട് പറയുക. ഇതെന്ത് വിരോധാഭാസം? സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അള്ളാഹു കാരുണ്യവാനാണ്, കരുണാനിധിയാണ്, നീ അങ്ങനെ പറഞ്ഞു ചോദിച്ചോളാം. എന്ത്? ഖുർആൻ മാത്രമല്ല, ഹദീസ് ഖുർആനിലും എമ്പാടും വൈരുദ്ധ്യങ്ങളുണ്ട്. ശശികുമാരൻ ഹായ്, പ്രേമരാജൻ ഹായ്, ഷാഹുൽ പറയൂ ടീച്ചർ, ഐ എം ഓൾറെഡി ടോൾഡ്. കലാധരൻ ഹായ് മാം, ഹായ്. ഇനി മദ്രസകളിലെ ഉസ്താദുമാര് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളൊക്കെ ഏതാണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. എന്നാലും ചിലത് നമ്മളൊന്ന് കേൾക്കണം കേട്ടോ. ഈ പ്രസംഗം, ഈ ലൈവ് കാണുമ്പോൾ അടുത്ത് മാതാപിതാക്കൾ ഉണ്ടാകരുത്, മക്കളുണ്ടാകരുത്, സഹോദരങ്ങൾ ഉണ്ടാകരുത്. തൽക്കാലം അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന ഭാഗം ഒന്ന് കേട്ടോട്ടെ. കാരണം ഉസ്താദിന്റെ വർഷ പരമ്പരകളാണ്. ഈ മദ്രസകളിലെ കുഞ്ഞുങ്ങളെ